നമ്മൾ അടുത്ത പരിപാടി എവിടാന്നല്ലേ? ഇതാണ്ട് നമ്മളെ കൊല്ലത്ത് മാടന്തണ ക്ഷേത്രത്തിന്റെ സൈഡിലായിട്ടാണ്, അതായത് ഭരണിക്കാവ് അമ്പലം, മാടന്തണയ്ക്ക് അടുത്ത് ഭരണിക്കാവ് അമ്പലത്തിന്റെ അടുത്താണ് നമ്മൾ അടുത്ത പരിപാടി ഇപ്പം സെറ്റ് ചെയ്തേക്കുന്നത്. ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ എന്തായാലും ആണ്ടെ ബൊഗൈൻ വില്ല കളക്ഷൻ തന്നെ ഒരുപാട് വെറൈറ്റി, അതായത് 4 വെറൈറ്റി 5 വെറൈറ്റി ഒക്കെ ഒരെണ്ണത്തിലുള്ള ബൊഗൈൻ വില്ലകൾ, അതേപോലെ ചെറിയ കവറിലുള്ള ബൊഗൈൻ വില്ല 70 രൂപ ടൈപ്പ് ബൊഗൈൻ വില്ലകൾ, അതേപോലെ തന്നെ ഒരുപാട് കളക്ഷൻ. അതേപോലെ ചെമ്പരത്തി എന്നൊക്കെ പറഞ്ഞാൽ കിണ്ണം കാച്ചി കിടുക്കാച്ചി വെറൈറ്റി പ്ലാന്റുകൾ ചെമ്പരത്തിയുടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ ഒരുപാട് സാധനങ്ങളുണ്ട്. അന്നേരം കൂടിയോ എന്തുണ്ട് ബൊഗൈൻ വില്ല ഒരു 2 വെറൈറ്റി 3 വെറൈറ്റി ഒക്കെ ഒരു ചെടിക്കകത്ത് നമ്മൾ ബഡ് ചെയ്ത് കണ്ടിട്ടുണ്ടായിരിക്കാം. ഇപ്പൊ സീസൺ ആയതുകൊണ്ട് പ്രത്യേകിച്ച് കാണാം. പക്ഷെ 10 വെറൈറ്റി ഒരു ചെടിക്കകത്ത് എണ്ണി എടുത്തോ 10 വെറൈറ്റി ഒരു ചെടിക്കകത്ത് ബഡ് ചെയ്തതാണ്. അടിപൊളി. അതേപോലെ തന്നെ 11 ഗ്രാഫ്റ്റ് ചെയ്ത ബ്രാൻഡ് തോർന്നിരിക്കുന്നത്. അതേപോലെ ബട്ടർ കപ്പ് പുകയുമില്ല. ബട്ടർ കപ്പ് വേണോ, മഹാറാണി വേണോ, ഫയറോപ്പാല് വേണോ, ചില്ലി റെഡ്, ഫ്ലെയിം റെഡ്, എല്ലാ വെറൈറ്റി ഇരിപ്പുണ്ട്. ഇപ്പൊ കൊണ്ടുവന്നേക്കുന്ന ലോഡാണ്. ഇതെവിടെ ലൊക്കേഷൻ പറഞ്ഞിട്ടില്ല. നമുക്ക് ലൊക്കേഷൻ വരുന്നത് ഭരണിക്കാവ്, അതായത് മാടന്നട ഭരണിക്കാവ് അമ്പലത്തിനകത്താണ് നമ്മൾ സ്റ്റാൾ വെച്ചിരിക്കുന്നത്. ഇപ്പോ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ഈ കാണുന്ന നമ്പറിൽ ഏതാണ് ചെടി നമുക്ക് വേണ്ടത് അതിന്റെ അവൈലബിലിറ്റി വിളിച്ച് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം വന്നാൽ മതി. അടിപൊളിയായിരിക്കില്ലേ? ഇവിടെ അവൈലബിലിറ്റി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത്. അതേപോലെ തന്നെ പിന്നെ വേറെ ഇവിടെ എന്തൊക്കെയാ ഉള്ളതെന്ന് പറയാം. ഈ ബൊഗൈൻ വില്ലയുടെ ഒക്കെ ചെറിയ കവറിലെ തൈകൾ 70 രൂപ മുതലുണ്ട്. നല്ല ഹൈബ്രിഡ് ഈ പറഞ്ഞ ഒരുപാടില്ല. അതാണ് അവൈലബിലിറ്റി വിളിച്ച് ചോദിച്ച മാത്രം വരാൻ പറഞ്ഞതിന്റെ കാര്യം അതാണ്. പിന്നെ നമുക്ക് ഹൈബ്രിഡിന്റെ ചെറിയ കവറിലെ തൈകൾ ഇരിപ്പുണ്ട്. അതൊക്കെ ആകുമ്പോൾ 100 രൂപ ടൈപ്പ്. അതെ, പിന്നെ അതിനേക്കാട്ടിലും വലുതുണ്ട്. അതിലും വലുതുണ്ട്. നിറച്ച് പ്ലാന്റ് കേട്ടോ. പിന്നെ ഇവിടെ വേറെ എന്തൊക്കെയാ ഉള്ളതെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകാതെ. വിങ്കാ റോസ് കേട്ടോ, വിങ്കാ റോസ് ഒരുപാട് പേര് വയ്ക്കുന്ന വിങ്കാ റോസ്. അതേപോലെ തന്നെ ഇതെന്തായിരുന്നു? ഇത് കൊഹീമിയ എന്ന് പറഞ്ഞ ഒരു 4 മാസത്തോളം പൂ പൊഴിയാതെ നിൽക്കുന്ന, ആ ഇല വരെ കരിഞ്ഞു തുടങ്ങി. പക്ഷെ പൂവിന് ഒരു വാട്ടവും ഇല്ല. 3-4 കളറിലോട്ട് ചേഞ്ച് ആവുന്ന ടൈപ്പ് വെറൈറ്റി ആയിരുന്നു. അവിടെ എന്തോടാ ഒരുപാട് പറിക്കാൻ മൾട്ടി ഗ്രാഫ്റ്റഡ്, അത്രയും മെച്ചൂർഡായ റൂട്ടിനകത്ത് നമ്മളെ കൂടിയ വെറൈറ്റി ബഡ് ചെയ്തേക്കുന്ന വെറൈറ്റികളാണ്. വലിയ പ്ലാന്റ് ബോൺസായി ടൈപ്പ് ചൈനയിലൊക്കെ പോയി കാണുന്ന അതേ ഫീൽഡ് നമ്മളെ വീട്ടിൽ ഒരു ചെടി വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നേരെ വന്നു കഴിഞ്ഞാൽ വാങ്ങാൻ പറ്റുന്ന സാധനം അല്ലേ? തീർച്ചയായും. പിന്നെ വേറെ ഇതിന്റെ നല്ല വെറൈറ്റി 3-4 കളർ വരുന്ന ടൈപ്പ് ബൊഗൈൻവില്ല, പല തരത്തിലുള്ള ബൊഗൈൻവില്ല. അതിന് വള്ളി റോസ് എന്ന് പറയുമ്പോൾ ബഡൊന്നും അല്ല, ഓൺ റൂട്ട്. അതായത് വലിയ മെയിൻ്റെനൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് വെയിൽ കിട്ടിയാൽ മാത്രം മതി നിറച്ച് പൂക്കുന്ന ടൈപ്പ് ഓൺ റൂട്ട് വള്ളി റോസ്. പിന്നെ നമുക്ക് ഇതാണ്ട് നിറച്ച് പൂത്ത് നിൽക്കുന്ന ടൈപ്പ് ബ്രൈഡൽ ബൊക്കെ, അതിൻ്റെ പാക്കറ്റിലെ തൈകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മണിമുല്ല അവൈലബിൾ ആണ്. അതുപോലെ കാറ്റ്സ് ക്ലോ ഇപ്പൊ എല്ലായിടത്തും പൂത്ത് നിൽക്കുക. ഇപ്പൊ സീസണാണ് കാറ്റ്സ് ക്ലോയുടെ, നിറച്ച് പൂത്ത് കിട്ടുന്ന ടൈപ്പ് കാറ്റ്സ് ക്ലോയുടെ തൈ 100 രൂപ ടൈപ്പ് തൈയാണ്. പിന്നെ വരുന്നതാണ് നമ്മളെ പെട്രിയ, വയലറ്റും ഉണ്ട് വൈറ്റും ഉണ്ട്. അടുത്ത് സൂം ചെയ്ത് നോക്കിയോ, അടിപൊളി ആണ്. 4-5 കളർ പൂ. പെട്രിയ നമുക്കിങ്ങനെ പടത്തി വിടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതുപോലെ തന്നെ നമുക്ക് ചെടിച്ചട്ടിയിൽ കട്ട് ചെയ്ത് നിർത്താം. പടത്തി വിടുന്നതിന് അതിന് ആവശ്യമൊന്നും ഇല്ല, ഇതുപോലെ തന്നെ വളർത്താം നമുക്ക്. പിന്നെ അതാണ് ഗോൾഡൻ കാസ്കേഡിന്റെ നല്ല ഹെൽത്തി പ്ലാന്റ്. ഗോൾഡൻ കാസ്കേഡിന്റെ ഹെവി പ്ലാന്റ് അല്ലേ? പൂ തന്നെ ഇലയായിട്ട് മാറും. ഇലയ്ക്ക് വലിയ വേസ്റ്റേജോ കാര്യങ്ങളോ നമുക്ക് അവിടെ വെക്കുന്നത് കൊണ്ട് വീട്ടിൽ വലിയ വേസ്റ്റേജോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. പൂ തന്നെ ഇലയായിട്ട് മാറും. ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യും പൂ. പിന്നെ വേറെ ഈ സൈഡിൽ ഒരുപാട് പഴവർഗ്ഗ തൈകൾ ഇരിപ്പുണ്ട്. ഒരെണ്ണം കായ്ച്ചിരിക്കുന്നു നോക്കിയേ. ഇതാണ് ഇസ്രായേൽ അത്തി. അതായത് നമ്മളെ കാട്ടത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് തൊണ്ടിപ്പഴം നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. ഒരുപാട് പ്രോസസ്സ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് കഴിക്കാൻ പറ്റൂ. പക്ഷെ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഡയറക്റ്റ് പഴുപ്പിച്ച് മാങ്ങയൊക്കെ കട്ട് ചെയ്ത് കഴിക്കുന്നത് പോലെ തന്നെ പഴുപ്പിച്ച് കട്ട് ചെയ്ത് കഴിക്കാം. സത്യം പറയണ ഇത് ഒട്ടിച്ചെങ്ങനെ വെച്ചേക്കുന്നതാ? ഒരിക്കലും അല്ല, ഒട്ടിച്ചു വെച്ചേക്കുവാണ്. ഇത് വലിയ പടുമരമൊന്നും ആവത്തില്ല. നമുക്ക് നല്ല ബുഷാക്കി നിർത്തി കായ്പിക്കാൻ പറ്റുന്ന ടൈപ്പ്. അടിപൊളി. അതിന് ഒരുപാട് വെറൈറ്റി പ്ലാന്റ് ഉണ്ട്. അവിടെയൊക്കെ അത്തിയുണ്ട് കേട്ടോ. അതേപോലെ തന്നെ മാവ് വെറൈറ്റികൾ, പലതരത്തിലുള്ള മാവ്, ചാമ്പ, ലൗലോലി, പ്ലാവുണ്ട്, മാവുണ്ട്, പിന്നെ ലൗലോലി, പുലോസാൻ ഇരിപ്പുണ്ട്, പിന്നെ നമ്മളെ മരമുന്തിരി, ജബോട്ടിക്കാവ് ഇരിപ്പുണ്ട്. പേര് തന്നെ 3-4 വെറൈറ്റി പേര്. അതാണ് വയലറ്റ് പേര് സഹിതം ഇരിപ്പുണ്ട്. ഓക്കെ, ഈ ലൊക്കേഷൻ കറക്റ്റ് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ലൊക്കേഷൻ കറക്റ്റ് വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് മാടന്നട ജംഗ്ഷനിൽ തന്നെ കൊല്ലം മാടന്നട ഭരണിക്കാവ് അമ്പലത്തിനകത്ത് നമ്മുടെ സ്റ്റാളുണ്ട്. രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സാധനം ആവശ്യത്തിനധികം വരും. എന്നാലും വരുന്നതിന് മുമ്പ് ഒന്ന് വിളിച്ചു ചോദിച്ചിട്ട് വരുന്നതായിരിക്കും നല്ലത്. ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയണ്ടേ സാധനങ്ങൾ. ഓക്കെ, അന്നേരം വരുന്ന നിങ്ങൾക്ക് നിരാശപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ ഒരുപാട് പേര് കാണും
കുറെ ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും കാണുന്നത്. അന്നേരം വീഡിയോ കാണുന്നത് കുറെ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. അന്നേരം ചിലപ്പോൾ നിങ്ങൾക്ക് അത് വന്നു കഴിഞ്ഞാൽ ഒരു മനസ്സ് വേദനിച്ചിട്ട് ഇവിടുന്ന് പോകരുത്. അത്രേ ഉള്ളൂ. നമുക്ക് വിളിച്ച് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പോരാ. ഓക്കെ, അറച്ച് പൂത്ത് നിൽക്കുവാന്നല്ലേ? അറച്ച് പൂത്ത് നിൽക്കുന്നതാണ് ബ്രൈഡൽ ബൊക്കെ. അതുപോലെ തന്നെ ഇപ്പൊ നല്ല സീസൺ ആയിട്ട് നിൽക്കുക കാറ്റ്സ്കോയുടെ നല്ല തൈ പതിവെച്ചെടുത്ത് നല്ല സെറ്റ് തൈ ഇരിപ്പുണ്ട്. അതേപോലെ മണിമുല്ലയുണ്ട്, ബ്രൈഡൽ ബൊക്കെയുണ്ട്. പടത്തി വിടുന്ന ചെടികളാ നോക്കി വരുന്നവർക്ക് എല്ലാവിധ വെറൈറ്റികളും ഉണ്ട്. അതേപോലെ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ബ്രൈഡൽ ബൊക്കയുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി അറിയാവോ? നമ്മളെ മനസ്സ് മാത്രമല്ല, നമ്മൾക്ക് ഇപ്പം പെട്ടെന്ന് എന്താ പറയാ, മൈഗ്രെയിൻ ഏറ്റവും നല്ലൊരു മരുന്ന് അറിയാവോ? അതുകൊണ്ടല്ലേ? അടിപൊളി. അതിന്റെ ഇല എടുത്ത് നല്ല പോലെ കൊണ്ട് ചിരണം, നന്നായിട്ട് കയ്യിലിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തതിന് ശേഷമായിട്ട് എടുത്തൊന്ന് നന്നായിട്ട് മൂക്കിലെടുത്ത് വളർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ ഗുണം എന്തുവാന്ന്. ആ മൈഗ്രെയിനുള്ള മരുന്നായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഞാൻ യാദർച്ഛികമായിട്ട് അറിഞ്ഞ ഒരു കാര്യമാണ്. പക്ഷെ ആരും ഇത് അനുകരിക്കരുത് എന്ന് തന്നെ നമ്മൾ പറയും. കാര്യം എന്ന് പറഞ്ഞാൽ അറിയാത്ത കാര്യമാണ്. എന്നാലും ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഞാനും ഇതിപ്പോ എൻ്റെ ഒരു പുതിയ അറിവായത്. ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് ഒരുപാട് പേര് ഇങ്ങനെ വന്ന് നമ്മളെ പറയാറുണ്ട് ഇതേപോലെ തന്നെ മൈഗ്രെയിൻ നല്ലൊരു മരുന്നായിട്ട് ഇത് സാധനം ഉപയോഗിക്കുന്നുണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് നിങ്ങളെ കൊണ്ട് നനച്ചു. പക്ഷേ ഉപയോഗിക്കാൻ നമ്മൾ പറയുന്നില്ല. അത് ആരെങ്കിലും അറിവുള്ളവരുടെ അടുത്ത് ചോദിച്ചതിന് ശേഷം മാത്രം ഒന്ന് ഇങ്ങനെ ഒരു അറിവ് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ദാണ്ട് ഇതേപോലെ ഒരു ഇല എടുത്തതിന് ശേഷം കയ്യിൽ നന്നായിട്ട് അങ്ങോട്ട് എന്ത് തന്നെ പറയുന്നത്, നല്ല ക്രഷ് ചെയ്യുക. ഒന്ന് നോക്കി മണ്ടേ കേറി പോകുന്നുണ്ട് കേട്ടോ. ചിലപ്പോ മൈഗ്രെയിൻ ഉള്ളവർക്ക് മാറാം. നമ്മൾ പറയത്തില്ല. കാര്യം എന്ന് പറഞ്ഞാലേ അത് കറക്റ്റ് ഭാവിയിൽ ആരെങ്കിലുമൊക്കെ ഡോക്ടർമാരൊക്കെ ഇതിനെപ്പറ്റി കണ്ണൊക്കെ നിറഞ്ഞല്ലേ. പക്ഷെ ആളപായമില്ല കേട്ടോ, ഇപ്പോഴും നമ്മൾ നേരെ നിൽപ്പുണ്ട്. എന്നാലും എല്ലാവർക്കും പറയാനില്ല, ചിലർക്കൊക്കെ അലർജി ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അത് ചെയ്യരുത്. അതായത് നിങ്ങൾ ആരെങ്കിലും അറിയാവുന്നവരത്തൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ മരുന്നൊക്കെ വരുമായിരിക്കും. എല്ലാ ഇലയ്ക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. എല്ലാ ഇലയ്ക്കും അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. അത് നമ്മൾ ഓർക്കേണ്ട കാര്യമാണ്. അന്നേരം ബ്രൈഡൽ ബൊക്കെ ഇങ്ങനെ വീട്ടിൽ എല്ലാവരുടെയും വീട്ടിൽ ഉണ്ട്, ബ്രൈഡൽ ബൊക്കെ ഉണ്ട്. എന്നാൽ ഇങ്ങനൊരു സംഭവം അറിയാമോ? ഓക്കെ, ബിങ്കാ റോസിന്റെ കുറച്ചധികം കളക്ഷൻസ് ഇപ്പൊ ഉണ്ട്, നിലവിലുണ്ട്. പക്ഷെ ഇനി ഇത് ഇതേപോലെ കാണുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. വരുന്നതിന് മുമ്പേ ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ചോദിച്ചതിന് ശേഷം മാത്രം വരിക. ഉണ്ടോ ഇല്ലയോ നോക്കിയിട്ടേ പറയാമല്ലേ? അത്രേ ഉള്ളൂ. അതിന് ശേഷം മാത്രം വന്നാൽ മതി. ഇവിടെ വന്ന് വിഷമിക്കരുത്. അത്രേ ഉള്ളൂ നമുക്ക് പറയാം. പിന്നെന്ന് വെച്ചാൽ പെൻഡാസിന്റെ കുറച്ച് കളക്ഷൻസ് ഉണ്ട്. പിന്നെ നിക്കോഡിയ തന്നെ ഇരിപ്പുണ്ട്. മെലസ്റ്റോമ നിറച്ചു പൂത്തിരിക്കുന്ന ടൈപ്പ് മെലസ്റ്റോമ ഇരിപ്പുണ്ട്. നല്ല ചെടികൾ നല്ല ക്വാളിറ്റിയോളം മേടിക്കാം. പിന്നെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കവറിലെ ടൈപ്പ് 70 രൂപ ടൈപ്പാണ്. പക്ഷെ ഒരുപാടില്ല, കുറച്ചേ ഉള്ളൂ. ഇത് നമുക്ക് മാടനട ഭരണിക്കാവ് അമ്പലത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് നമ്മളിവിടെ സ്റ്റാൾ ഇട്ടിട്ടുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ട് തൈകൾ മേടിച്ചുകൊണ്ട് പോവാം. ഈ 70 രൂപ മാത്രമേ ഉള്ളൂ? അത് വേറെ ഉണ്ടോ? 70 രൂപയുടെ അല്ല, ഹൈബ്രിഡിന്റെ തൈകൾ 100 രൂപ പാക്കറ്റില് 100 രൂപയുടെ ഉണ്ട്. അതല്ലാതെ ചെടിച്ചട്ടിയിൽ വിത്ത് ഫ്ലവർ നല്ല ബുഷായ പ്ലാന്റ് 200 രൂപ. പിന്നെ വലിയ ബഡ് ചെയ്ത ചെടികളുണ്ട്. അല്ലെങ്കിൽ ഫ്ലെയിം റെഡ് വേണോ, ചില്ലി റെഡ് വേണോ, മൊണാലിസ യെല്ലോ വേണോ, എല്ലാ കളേഴ്സും ഇരിപ്പുണ്ട്. അതിൻ്റെ നല്ല 400 രൂപ. ആ ഒരു റേറ്റിലൊക്കെ തൈകൾ തരാം. നല്ല തൈ നിക്കോഡിയ നിറച്ചു പൂത്ത് നിൽക്കുന്നതാ. ഇപ്പോൾ ഒരുപാട് മൊട്ടുമായിട്ട് നിൽക്കുന്ന തൈ. ഇപ്പം നിക്കോഡിയ ചെറുതിലെ ഇത്രയൊക്കെ വലുതായാലേ പൂക്കത്തോളം എന്നായിരിക്കും ആൾക്കാരുടെ സംശയം. പക്ഷെ എയർ ലെയറിങ് ചെയ്ത പതി വെച്ച തൈകൾ ഇപ്പോഴേ ഓൾറെഡി നിറച്ചു മൊട്ടായിട്ടിരിക്കുന്ന ചെടിയാ. ചെറുതിലെ തന്നെ കായ്ക്കും, പൂക്കും. അത് മാത്രമല്ല വലിയ മരമൊന്നും ആകത്തില്ല. നമ്മൾ കട്ട് ചെയ്ത് നല്ല ബുഷാക്കി നിർത്താൻ പറ്റുന്ന ടൈപ്പ് പ്ലാന്റ്. എന്തോ പുതിയൊരു വെറൈറ്റി ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലേ? പെട്രിയ നിറച്ച് കൊലയായിട്ട് പൂത്ത് നിൽക്കുന്ന പെട്രിയ. ആക്ച്വലി ഇത് പടത്തി വിടുന്ന ഒരു ചെടിയാണ്. പക്ഷെ നമുക്ക് കൊണ്ടുപോകാൻ സൗകര്യത്തിൽ നമ്മൾ കട്ട് ചെയ്ത് നിർത്തിയിരിക്കുക. ഇപ്പം നമുക്ക് വാടക വീട്ടിലൊക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ചെടി വളർത്താൻ ആഗ്രഹം കാണും. അവർക്കിത് പടത്തി വിട്ട് തന്നെ വളർത്തണമെന്ന് നിർബന്ധമില്ല. ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് നിർത്തി നല്ല ബുഷാക്കി ചെടിച്ചട്ടി നിർത്തി വേണമെങ്കിൽ പൂപ്പിക്കാം. അതിനുള്ള ഏറ്റവും വലിയ എക്സാമ്പിളായത്. അതിനകത്ത് വൈറ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ വയലറ്റ് 2 കളറും വരുന്നുണ്ട്. ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മാടനട ഭരണിക്കാവ് അമ്പലത്തിന് അകത്ത് ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. വണ്ടി അകത്ത് പാർക്ക് ചെയ്യാം, നേരെ അകത്ത് വന്ന് പർച്ചേസ് ചെയ്യാം. ഒരുപാട് സാധനം ഉണ്ടല്ലേ? അങ്ങനെ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ ഇപ്പൊ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നതാണ് അല്ലേ? ഏകദേശം ഒരു 4 ലോഡ് സാധനം ഇവിടെ ഉണ്ടല്ലേ? സാധനം കേറിയിട്ടുണ്ട്. ഇനിയും വരാനുണ്ട് സാധനങ്ങൾ ഇനിയും കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ. അന്നേരം അടുത്ത പരിപാടിയാണ് നേരെ ഇങ്ങനെ പോകുന്നേരെ. പൂനെ വെറൈറ്റി ചെമ്പരത്തി. ഇത് സീസണൊന്നും ഇല്ല, 365 ദിവസവും പൂ കിട്ടും. അതുമാത്രമല്ല വലിയ മരമൊന്നും പടുമരമൊന്നും ആവത്തില്ല. നമുക്ക് ചെടിച്ചട്ടി തന്നെ നല്ല ബുഷാക്കി നിർത്താൻ പറ്റുന്ന ടൈപ്പ് ചെമ്പരത്തിയാണ്.
കുറച്ച് കൂടുതലുണ്ടല്ലേ? കുറച്ച് കൂടുതൽ വലിയ പ്ലാന്റ്, വലിയ കവറിലല്ലേ? വലിയ കവറില് നല്ല അടിപൊളി പ്ലാന്റ്. ചെറിയ കവറും ഉണ്ടല്ലേ? ചെറിയ കവറും അവൈലബിൾ ആണ്. അടിപൊളി. ഇതെവിടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞേ? നല്ല വെറൈറ്റി കളർ, നല്ല വെറൈറ്റി, പൂനെ വെറൈറ്റി, നല്ല വെറൈറ്റി. ഇത് ലൊക്കേഷൻ വരുന്നതെന്ന് വെച്ചാൽ നമ്മളെ മാടന്നട ഭരണിക്കാവ് അമ്പലത്തിനകത്താണ് നമ്മൾ സ്റ്റാൾ ഇപ്പം വെച്ചിരിക്കുന്നത്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏത് സമയത്തും രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ ഏത് സമയത്ത് വന്നാലും നമുക്ക് മേടിക്കാൻ പറ്റും. വിളിച്ചട്ടിച്ച് പോകുന്നേരല്ലേ? ആ സാധനം നമുക്ക് ആവശ്യമുള്ള സാധനം ഇവിടെ അവൈലബിലിറ്റി വിളിച്ച് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം വരിക. ഓക്കേ. ഇത് ഒട്ടിച്ച് വെച്ചേക്കും അല്ലടാ? ഒരിക്കലും അല്ല, ഇത് ഒട്ടിച്ച് വെച്ചേക്കും അല്ല. ഇതെന്ന് പറയുമ്പോഴത്തേക്കിന് അത്തിയിൽ തന്നെ വരുന്ന ഇസ്രായേൽ അത്തി എന്ന് പറയുന്ന വെറൈറ്റിയാണ്. സാധാരണ നമ്മളെ കാട്ടത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന എന്ന് പറയുമ്പോൾ ഒരു തൊണ്ടിപ്പഴോ അത് നമ്മൾ കഴിക്കണമെങ്കിൽ ഒരുപാട് പ്രോസസ്സ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അത് കഴിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഇതെന്ന് പറയുമ്പോഴത്തേക്കിനും ഡയറക്റ്റ് തന്നെ നമുക്ക് പഴുപ്പിച്ച് മാങ്ങയൊക്കെ കട്ട് ചെയ്ത് കഴിക്കുന്നത് പോലെ തന്നെ പഴുപ്പിച്ച് കട്ട് ചെയ്ത് കഴിക്കാം. അത് നല്ല ടേസ്റ്റ് വരും, നല്ല മധുരമുള്ള. നമ്മൾ കഴിച്ചത് കൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഇത് നമുക്ക് ഭരണിക്കാവ്, അതായത് നമുക്ക് മാടന്നട ഭരണിക്കാവ് അമ്പലത്തിനകത്താണ് നമ്മുടെ സ്റ്റാൾ വരുന്നത്. നേരെ വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം കണ്ട് മനസ്സിലാക്കി വന്നിട്ട് ഇഷ്ടംപോലെ. ഇത് കണ്ടു കഴിഞ്ഞാൽ ആരാ ഒട്ടിച്ചു വെച്ചേക്കും അല്ല എന്ന് പറയുന്നത് അല്ലേ? നോക്കി, ഒരു രക്ഷയില്ല. നിറച്ച് കായോട് കൂടിയിട്ടാണ്. വെള്ളം ഓവറായിട്ട് വേണ്ട, ഒരുപാട് വെള്ളം വേണ്ട, മാക്സിമം വെയിൽ കൊടുക്കുക, ഒരു പ്രശ്നവും ഇല്ല. ഓക്കെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. കാറ്റ്സ് ക്ലോ ക്രീപ്പർ ആണ്. നിറച്ച് നമ്മളെ നേഴ്സറിയുടെ ഫ്രണ്ട് നിറച്ച്, നമ്മളെ നേഴ്സറി ഇത് മാത്രമല്ല അത്യാവശ്യം എല്ലായിടത്തും നിറച്ച് പൂത്തുക്കുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാറ്റ്സ് ക്ലോ ക്രീപ്പറാണ്. കൊല്ലം കുമാർ നേഴ്സറിയുടെ ഫ്രണ്ടിൽ നിൽക്കുന്ന പ്ലാന്റാണ്. നല്ല ഒരു സിമ്പിൾ ഐഡിയയിലാണ് സാധനം ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ സിമ്പിൾ ഐഡിയയിൽ ചെയ്യാനായിട്ട് പറ്റും. ഒന്നും നോക്കേണ്ടതാണ്ടേ, പൈപ്പ് എടുക്കുക, 3 എണ്ണം മേളിലോട്ട് വെച്ച് താണ്ടെ ചുമ്മാ റോപ്പിൻ്റെ ഒരു കെട്ട് കെട്ടുക, അതിനകത്ത് താണ്ട് ഇതേപോലെ പ്ലാന്റിനെ അങ്ങോട്ട് വളർത്തി കൊടുക്കുക. സിമ്പിളായിട്ട് നമുക്ക് തൈകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ടും പറ്റും. അതേപോലെ തന്നെ പ്ലാന്റ് നല്ല ഉഷാറായിട്ട് പ്രൂൺ ചെയ്ത് ഇതിനകത്ത് നിർത്തി തന്നെ നല്ലൊരു ആർച്ച് പോലൊക്കെ നിർത്തി പൂ പിടിപ്പിച്ചിടാനേ പറ്റും. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? നല്ല സുന്ദരമായൊരു പ്ലാന്റാണ്. നമ്മുടെ നിക്കോഡിയ പ്ലാന്റ്, 1 lakh ഫ്ലവർ എന്നറിയപ്പെടുന്ന പ്ലാന്റ് നിറച്ച് പൂത്തിരിക്കുന്ന. നോക്കി എന്താ ഭംഗിയല്ലേ? ഇതാ നോക്കി, ഈ ഇല എത്ര ഇലയുണ്ടെന്ന് ഇതിനകത്ത് എണ്ണിയെടുക്കാൻ വലിയ ബുദ്ധിമുട്ടല്ലേ? ആ ഓരോ ഇലയുടെ ഇടയിൽ ഓരോ മൊട്ടും. ഇതാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ശാരദ ഓഡിറ്റോറിയത്തിൻ്റെ അടുത്ത് കുമാർ നേഴ്സറി നമ്മളെ വീട്ടിലാണ്. ഇതാണ്ടേ കണ്ട, നിറച്ച് പൂത്ത് നിൽക്കുന്നത് നോക്കി, കിട്ടുമല്ലേ? അതേപോലെ തന്നെ ഇത് മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ ഇപ്പോഴത്തെ പുതിയ വെറൈറ്റി ഉണ്ട്. ഇതാണ്ട് പച്ച ലീഫ്, പൂവിനും ചെറിയ വ്യത്യാസമുണ്ട്. ഇതാണ്ട് 2 വെറൈറ്റിയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഒറ്റ ഫ്രെയിമിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാണ്ട് പച്ച ഇലയും അതുപോലെ സിൽവർ ഇലയും. കണ്ട, അടിപൊളിയല്ലേ? ഒരു വെറൈറ്റി സാധനമല്ലേ? നിറച്ചെറിഞ്ഞൽ പോലെ ഇതേപോലെ പൂത്ത് കിടക്കുന്ന വെറൈറ്റിയാണ് നിക്കോഡിയ പ്ലാന്റ്. നിങ്ങളെ വീട്ടിൽ ഇതേപോലെ നിറച്ച് പൂത്ത് കിടക്കും തൈകൾ 2-ാം കുറ്റി ശാരദ ഓഡിറ്റോറിയത്തിൻ്റെ അടുത്തുള്ള കുമാർ നേഴ്സറിയിൽ വന്നു കഴിഞ്ഞാൽ വാങ്ങാം. ഇതാണ്ട് ഇത് കണ്ട സാധനം, കണ്ട പൂത്ത് നിൽക്കുന്നുണ്ട, പെട്രിയ ക്രീപ്പറാണ്. പെട്രിയയുടെ നിറച്ചെറിഞ്ഞൽ പോലെ നമ്മളെ വീട്ടിൽ നമ്മുടെ നേഴ്സറിയുടെ ഫ്രണ്ടിൽ പൂത്ത് കിടക്കുന്നതാണ്. അതാണ്ടേ ഇതേപോലെ ഒന്നും കേട്ടോ, ഇഷ്ടം പോലെ പൂവാണ്. നമ്മളിതിനകത്ത് തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ് ഇപ്പം പൂക്കൾ കുറവായിട്ട് തോന്നുന്നത്. പക്ഷേ ഇതാ ഇറിഞ്ഞിൽ പോലെ പൂത്ത് കിടക്കുന്ന വെറൈറ്റിയാണ്. തന്നെ കളർ വന്നിട്ട് ഇതാ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാ നിറച്ച് നല്ല നീലിമ നിറഞ്ഞ കളർ അല്ലേ, ഉജാല മുക്കി കണക്കിരിക്കുന്ന ഇരിപ്പോക്കി. അതിനെന്താണ്ട് ലൊക്കേഷൻ വന്നിട്ട് 2-ാം കുറ്റി ശാരദ ഓഡിറ്റോറിയത്തിൻ്റെ അടുത്ത് കുമാർ നേഴ്സറിയിലാണ് ഇതെല്ലാം പൂത്തിരിക്കുന്നതാ. പാൻസസർ പ്ലാന്റ് എന്നാണ് ഇവിടെ പറയുന്നത്. അതിന് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്തേക്കണേ. താണ്ട് ഇതാണ് എൻ്റെ പൂക്കൾ. താണ്ട് കണ്ട, നിറച്ച് പൂക്കുന്ന വെറൈറ്റി പ്ലാന്റ് കേട്ടോ. അത് ഇതെല്ലാം ഫ്ലവറാണ്. നമ്മൾ 2-ാം കുറ്റിയിൽ ശാരദ ഓഡിറ്റോറിയത്തിൻ്റെ അടുത്ത് നമ്മൾ കുമാർ നേഴ്സറിയിൽ നിൽക്കുന്ന പ്ലാന്റാണ്. നല്ല സുന്ദരമായിട്ട് പൂവുണ്ടായത് കൊണ്ടുകൊണ്ട് മാത്രം എടുത്തിട്ട വീഡിയോ ആണ്. അതെ ഇത് കണ്ടില്ലേ, അടിപൊളിയല്ലേ? നിറച്ച് ചെറിയ പൂവാണെങ്കിലും അടിപൊളിയായിട്ട് പൂത്തുക്കുന്നുണ്ട് കേട്ടോ. അന്നേരം നിങ്ങൾ വിചാരിക്കും ഇത് ഒരൊറ്റ ചെടിയായിരിക്കും പൊത്തിയത്. നല്ല കേട്ടോ. താ നോക്കി, ഈ ചെടി നോക്കി, എന്താ നിറച്ച് ഫ്ലവറായിട്ട് നിൽക്കുന്ന നോക്കി. ഇത് അടുത്ത് വന്ന് നോക്കണം. നമ്മളിപ്പോൾ ലോങ് ആയിട്ടാണ് വീഡിയോ എടുത്തേക്കുന്നത്. താണ്ട കണ്ട, നിറച്ച് ഫ്ലവർ, നല്ല വെള്ള നിറവും ചെറിയ മണമൊക്കെ ഉള്ളൊരു പ്ലാന്റാണ്. അടിപൊളിയല്ലേ കാണാനായിട്ട്?